ഹലോ, വിഷുവൊക്കെയല്ലേ വരുന്നത്. ഇന്ന് നമുക്ക് വിഷു സദ്യയ്ക്ക് വിളമ്പാൻ പറ്റുന്ന ഒരു മത്തങ്ങ വൻപയർ എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എരിശ്ശേരിയാണിത്. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കുതിർത്ത വൻപയർ ഇട്ട് കൊടുക്കുക. മിനിമം 4 മണിക്കൂറെങ്കിലും വൻപയർ വെള്ളത്തിൽ കുതിർക്കാനിടണം. അല്ലെങ്കിൽ തലേദിവസമേ വെള്ളത്തിലിട്ട് വെച്ച വൻപയറാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിവിടെ 1 കപ്പ് മത്തങ്ങായും കൂടി ഇട്ട് കൊടുക്കുന്നു. വേണമെങ്കിൽ നമുക്കിത് സെപ്പറേറ്റ് വേവിച്ചെടുക്കാം. ഓരോ വൻപയറിൻ്റെയും വേവ് അനുസരിച്ച് നമുക്ക് ഒന്നിച്ച് വേവിക്കണോ അതെയോ ഓരോന്നായി വേവിക്കണോ എന്ന് തീരുമാനിക്കാം. എൻ്റെ കയ്യിലുള്ള വൻപയറിന് ഇത്തിരി വേവ് കുറവുള്ള വൻപയറാണ്. അപ്പോൾ നമുക്ക് ഇത് ഒന്നിച്ചിട്ട് കൊടുത്ത് വേവിക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതോടൊപ്പം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായി ഇളക്കി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി കുക്കർ അടച്ച് ഒരു 3 വിസിൽ വന്നതിന് ശേഷം വാങ്ങി വെക്കുക. എന്നിട്ട് കുക്കറിലെ ഫുൾ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറന്ന് നോക്കാവൂ. ഇപ്പോൾ നമ്മുടെ കുക്കറിലെ പ്രഷറെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നമ്മളിനി കുക്കറൊന്ന് തുറന്ന് നോക്കുകയാണ്. കുക്കർ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മത്തങ്ങയും പയറും എല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഈ മത്തങ്ങയും പയറും ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ എല്ലാം വേറിട്ട് കിടക്കുന്ന രീതിയിൽ വേണം നമുക്ക് വെന്ത് കിട്ടാൻ. ഇതിപ്പം കറക്റ്റ് പാകമാണ്. നമുക്കിനി ഇത് സ്പൂൺ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. കൂടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് കറിവേപ്പില, 3 കഷ്ണം ചെറിയുള്ളി, എരിവിനാവശ്യമുള്ള പച്ചമുളക്, പിന്നെ ഇത് അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം, ഇത്രയും ചേർത്ത് അരച്ചെടുക്കുക. പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല. ചെറിയ തരിയോടുകൂടി അരച്ചാൽ മതിയാകും. അടുത്തതായി നമ്മൾ വേവിച്ച് മാറ്റി വെച്ച മത്തങ്ങ വൻപയർ കൂട്ടിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് തിളയ്ക്കാൻ വേണ്ടി വെക്കുക. ഒരു 5 മിനിറ്റൊക്കെ തിളച്ചതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്കൊരു വറവ് തയ്യാറാക്കുക എന്നതാണ്. അതിനായി ഒരു പാൻ ചൂടാകാൻ വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം കറിവേപ്പില, വറ്റൽമുളക്, ചുവന്നുള്ളി എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് നന്നായി ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക. ഈ തേങ്ങ നമുക്ക് ഇനി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായി. ഇനി നമുക്ക് ഈ കറിയിലേക്ക് നമുക്ക് ഈ വറവ് ഇട്ട് കൊടുക്കാം. ഈ വറവെല്ലാം ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. നമ്മുടെ മത്തങ്ങ വൻപയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വിഷുവിന് എല്ലാവരും ഈ എരിശ്ശേരി ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.